ശ്രീ ആർ വി ബാബു ചേരുകയാണ് നമുക്കൊപ്പം. ശ്രീ ആർ വി ബാബു, തുടക്കം മുതൽ സെപ്റ്റംബർ 9 ജനൻ TV ഈ വാർത്ത പുറത്തുവിടുന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ കാണാനില്ല എന്നുള്ള വാർത്ത. തുടർന്ന് ഹൈക്കോടതി ഇക്കാര്യം ഹൈക്കോടതി ശ്രദ്ധയിൽപ്പെട്ടു, അന്വേഷണം ആവശ്യപ്പെട്ടു. തുടർന്നാണ് ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചതും ഒന്നൊന്നായി തട്ടിപ്പിൻ്റെ വെട്ടിപ്പിൻ്റെ കൊള്ളയുടെ കഥകൾ പുറത്തു വന്ന് തുടങ്ങിയിരിക്കുന്നത്. അന്നും ഇന്നും ജനൻ TV ചോദിക്കുന്നു, അങ്ങുൾപ്പെടെയുള്ള നേതാക്കൾ ചോദിച്ചു, ഇത് ഏതാനും ഉദ്യോഗസ്ഥരിൽ ഒതുങ്ങിയാൽ മതിയോ? അവിടെ നിന്ന് സ്വർണം കടത്തിക്കൊണ്ട് പോകണമെങ്കിൽ, സ്വർണ്ണപ്പാളി കടത്തിക്കൊണ്ട് പോകണമെങ്കിൽ, സ്വർണ്ണപ്പാളിയെ ചെമ്പെന്ന് രേഖപ്പെടുത്തി കടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഏതാനും ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഉയർത്തിയിരിക്കുന്നത്. അന്വേഷണം ശരിയായ വഴിക്ക് നീങ്ങുകയാണോ? ഇത് മതിയാകുമോ? തീർച്ചയായും ഇപ്പോ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, അത് പത്മകുമാർ അടക്കമുള്ള ആളുകളാണ് പ്രതികളാവാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അത് സ്വാഗതാർഹമായൊരു നിലപാടാണ്. കാരണം തുടക്കം മുതൽ തന്നെ നമ്മൾ എല്ലാവരും പറഞ്ഞിരുന്നു, ഇത് ഉദ്യോഗസ്ഥ തലത്തിലെ ഒരു വീഴ്ചയായിട്ട് ചിത്രീകരിക്കാനാണ് നിലവിലെ ദേവസ്വം ബോർഡും ദേവസ്വം മിനിസ്റ്ററും ഒക്കെ ആ സമയം മുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ച മാത്രമല്ല, അക്കാലത്ത് ഭരിച്ചിരുന്ന ആളുകൾ കൂടി ഇതിന് പങ്കാളികളാണ്. ദേവസ്വം ബോർഡിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഈ തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾ പാലിക്കാൻ സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി കേവലം ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുമായി ചേർന്നുകൊണ്ട് മാത്രം നടത്താവുന്ന ഒരു തട്ടിപ്പല്ല. അതിനപ്പുറത്തേക്ക് ഭരണാധികാരികളുമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധത്തെക്കുറിച്ചും നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് അംഗങ്ങൾ പ്രതികളാവേണ്ടതാണ്. ഇപ്പോ അവർക്കെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമായ ഒരു നിലപാടാണ്. അന്വേഷണം ശരിയായ ദിശയിലേക്ക് നീങ്ങുന്നു എന്ന് വേണം കരുതാൻ. പക്ഷെ നമ്മള് മുഴുവൻ കാര്യങ്ങളും പുറത്തു വരണം എങ്കിൽ രാഷ്ട്രീയമായ ഇത്തരം കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. രാഷ്ട്രീയ ബന്ധങ്ങളിലേക്ക് ഈ അന്വേഷണം പോകുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് സംശയമുണ്ട്. അത് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ഏതായാലും അത്തരം കാര്യങ്ങൾ ശക്തമായിട്ട് പോകണമെങ്കിൽ നമ്മളിപ്പോഴും ആവശ്യപ്പെടുന്നത് CBI അന്വേഷണം എന്ന കാര്യം തന്നെയാണ്. അതിന്റെ സംസ്ഥാനാന്തരതല ബന്ധം ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി പുറത്തു വരാൻ അത് ആവശ്യമാണ് എന്നാണ് നമ്മൾ കരുതുന്നത്. ശ്രീ ആർ വി ബാബു, മറ്റൊരു കാര്യം, ഇക്കാര്യത്തിലെ പ്രതികരണം ആദ്യം ശ്രീ പത്മകുമാറിനോട് തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനൊന്നും അറിഞ്ഞില്ല എന്നാണ്. പ്രസിഡന്റ് ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല, പ്രസിഡന്റ് അറിയേണ്ട കാര്യമില്ല, അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകുമെന്നാണ്. പിന്നെയും സമ്മർദ്ദം ഒഴുകിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അന്വേഷണം നടക്കട്ടെ, ആരാണ് കുറ്റക്കാരെന്ന് വെച്ചാൽ പുറത്ത് വരട്ടെ എന്ന്. വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ പത്മകുമാർ പറഞ്ഞതുമാണ്, ദൈവത്തെ പോലെ കരുതിയവർ ഇങ്ങനെയൊക്കെ ആകും എന്ന് കരുതിയിരുന്നില്ല, ഇതിലൊക്കെ തൊടും എന്ന് കരുതിയിരുന്നില്ല എന്നുള്ളതാണ്. അതും പുറത്തു വരണ്ടേ? പത്മകുമാറിന് പോലും മിണ്ടാനാവാത്ത പേരുകൾ ആരാണ്? അദ്ദേഹം ദൈവത്തെ പോലെ കണ്ടത് ആരാണ് ആ ഈശ്വര തുല്യർ? ഒപ്പം തന്നെ ആരൊക്കെയാണ് ഈ ആസൂത്രണത്തിന് പിന്നിൽ, ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്നുള്ളതും പുറത്തു വരണ്ടേ? ഇതില് പത്മകുമാർ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചു. തുടക്കം മുതൽ തന്നെ ആരെയൊക്കെയോ രക്ഷിക്കാൻ ശ്രമിച്ചു. സ്വയം രക്ഷിക്കാൻ ശ്രമിക്കുക മാത്രമല്ല, തന്റെ കൂട്ടാളികളായിട്ടുള്ള ഉന്നതരായിട്ടുള്ള ആളുകളെയൊക്കെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പൊ പത്മകുമാർ ദൈവത്തെ പോലെ കരുതിയത് ആരെയാണ്? ഇനി അദ്ദേഹം മുഖ്യമന്ത്രിയെ തന്നെയാണോ കരുതിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അദ്ദേഹം ദൈവത്തെ പോലെ കരുതുന്ന ആളുകൾ ആരാണെന്ന് അദ്ദേഹം വ്യക്തമാക്കണം. ഇപ്പൊ മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയൊരു പ്രസ്താവനയുണ്ട്. അപ്പൊ ആ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന യഥാർത്ഥത്തിൽ പാളിപ്പോയി എന്നാണല്ലോ ഇപ്പൊ മനസ്സിലാവുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് ഇതുവരെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെതിരെ ഈ കാര്യം പരാമർശിച്ചിട്ടില്ല, ദേവസ്വം ബോർഡ് അംഗങ്ങൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടില്ല എന്നാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സത്യത്തിൽ വെറുതെ പാഴായിപ്പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു അർത്ഥമില്ലാത്ത പ്രസ്താവന മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാൾ നടത്തിയത് അങ്ങേറ്റം തെറ്റായിപ്പോയി. മുഖ്യമന്ത്രി അയ്യപ്പ സംഗമത്തിന്റെ തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണെന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ ഇവിടെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രതിയാക്കിയതോടുകൂടി ദേവസ്വം ബോർഡിൽ കുറ്റവാളികളാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ സമൂഹത്തോട് മാപ്പ് പറയുമെന്ന് അറിയേണ്ടതാണ്. ഏതായാലും ഒരുപാട് ഉന്നതന്മാരുമായി ബന്ധപ്പെട്ട ഒരു കൊടും കൊള്ളയാണ് ഈ ശബരിമലയിൽ നടന്നിട്ടുള്ളത്. അത് ആരൊക്കെ രംഗത്ത് വരണം, ആരുടെയൊക്കെ പേരാണ് ഇനി പറഞ്ഞിരിക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.